നമസ്കാരം. 1991 ഒരു ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 1:30 മണിയായി കാണും. മുംബൈയിലെ ജോഗേശ്വരിയിലുള്ള ഇസ്മയിൽ കോളേജിലേക്ക് മുന്നയും അവൻ്റെ 2 സുഹൃത്തുക്കളും സാവധാനം നടന്നു വരികയാണ്. അവര് കോളേജ് ഗേറ്റിൽ കൂടി അകത്തേക്ക് കടക്കുമ്പോൾ ആ ഗേറ്റിൽ നിന്ന് അല്പം മാറി വലതു ഭാഗത്തായി ഏതാനും ചെറുപ്പക്കാർ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലെ ലേശം വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു കക്ഷി പെട്ടെന്ന് ഉറക്കെ വിളിച്ചു, ഡൈ ഇവിടെ വാ. ലേശം അധികാരഭാവത്തിലാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ വിളിച്ചത്. മുന്നയുടെ സമപ്രായക്കാരനായ ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് തന്നെയാണ് അവിടെ നിന്ന് അങ്ങനെ വിളിച്ചത്. ആ വിളിച്ച ആളുടെ പേര് വാസിർ എന്നാണ്. വാസിർ അത്യാവശ്യം ഗുണ്ടാ പരിപാടികളൊക്കെ ഉള്ള ആ കോളേജിൽ സകലരും ഭയപ്പെടുന്ന ഒരു ഗ്യാങ് ലീഡറാണ്. വാസിർ മുന്നേ വിളിച്ചത് മുന്ന കേട്ടു. പക്ഷേ മൈൻഡ് ചെയ്യാതെ മുന്ന കൂട്ടുകാരുമായി മുന്നോട്ട് നടക്കുകയാണ്. അത് കണ്ടതും വീണ്ടും വാസിർ വിളിച്ചു, ഡൈ നിന്നോടാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. ആ ചോദ്യം കേട്ടതും മുന്ന ഒന്ന് നിന്നു. അതിനുശേഷം മുന്ന തിരിഞ്ഞ് വാസിറിനെ നോക്കിയിട്ട് വാസിറിനോട് പറഞ്ഞു, ഡൈ ഇനി വാ. ശരിക്കും ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ആളുകൾ ഞെട്ടത്തില്ല. അത്തരൊരു ഞെട്ടലാണ് ആ ഡയലോഗ് ആ കോളേജ് ക്യാമ്പസിൽ ആ നിമിഷം ഉണ്ടാക്കിയത്. ആ കോളേജ് ക്യാമ്പസിൽ ഒരുപാട് ചെറുപ്പക്കാർ ആ സമയത്തുണ്ട്. ആണും പെണ്ണുമായി ഒത്തിരിയേറെ ആളുകൾ വാസിർ മുന്നേ വിളിക്കുന്നത് കണ്ടിരുന്നു. തിരിച്ച് മുന്ന വാസിറിനെ മുന്നയ്ക്ക് അടുത്തേക്ക് വിളിച്ചപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടുകയാണ്. വാസിർ ഭായ് അറിയപ്പെടുന്ന ഗുണ്ടാ തലവനാണ്. അവൻ കോളേജിൽ പഠിക്കുകയാണെങ്കിലും അനവധി ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. അയാളെ ഭയത്തോട് മാത്രമേ ഏവരും നോക്കിക്കാണാറുള്ളൂ. ആ വാസിറിനെയാണ് മുന്ന ഇതാ അങ്ങനെ അടുത്തേക്ക് വരാനായി വിളിച്ചത്. ശരിക്കും മുന്നയുടെ ആ വിളി വാസിറിനെയും ഒന്ന് അമ്പരപ്പിച്ചു. അയാളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു ആള് അവനോട് എതിരിടുന്നത്, പ്രത്യേകിച്ച് കോളേജിനകത്ത്. കോളേജിലെ സകല പിള്ളേർക്കും, എന്തിനേറെ പറയുന്നു അധ്യാപകർക്ക് പോലും അവനെ നല്ല ഭയമാണ്. വാസിറിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന സുഹൃത്തുക്കളും അമ്പരപ്പോടെ വാസിറിനെ നോക്കി. വാസിർ പെട്ടെന്ന് ചാടി എണീറ്റു. അവൻ അതിവേഗം നടന്ന് മുന്നയുടെ മുന്നിലെത്തി. മുന്നയുടെ മുന്നിൽ അവൻ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം അവൻ്റെ ഇടുപ്പിൽ ഒരു കത്തി കുത്തി വെച്ചിരിക്കുന്നത്. ശരിക്കും കത്തിയുമായിട്ടാണ് അവൻ കോളേജ് വരുന്നത്. മുന്നയുടെ മുന്നിലെത്തിയ വാസിർ ഉറക്കെ മുന്നോട് ചോദിച്ചു, ഏയ് നീ എന്താ ധിക്കാരത്തോടെ പെരുമാറുന്നേ? ഞാൻ വിളിച്ചാൽ എന്റെ മുന്നിലേക്ക് വരണമെന്ന് നിനക്ക് അറിയത്തില്ലേ? വാസിറിന്റെ ചോദ്യം കേട്ടതും മുന്ന പൊട്ടിത്തെറിച്ചുകൊണ്ട് വാസിറിനോട് ചോദിച്ചു, നീ ആരടാ എന്നെ വിളിക്കാൻ? തികച്ചും അപ്രതീക്ഷിതമായി വീണ്ടും മുന്ന ആ ശൈലിയിൽ പ്രതികരിച്ചപ്പോൾ വാസിർ ചുറ്റും ഒന്ന് നോക്കി. ആ നിമിഷത്തിൽ വാസിറിന് അവന്റെ ബോഡിയിൽ ആരോ തൊട്ടതുപോലെ തോന്നി. എന്താ സംഭവിച്ചെന്ന് അറിയാനായി വാസിർ അവന്റെ ഇടുപ്പിലേക്ക് നോക്കുമ്പോൾ അവൻ ഇടുപ്പിൽ കുത്തിവെച്ചിരുന്ന കത്തി മുന്ന വലിച്ചെടുക്കുന്നതാണ് അവൻ കണ്ടത്. മുന്ന കത്തി വലിച്ചെടുത്തത് മാത്രമല്ല, ആ കത്തി കൊണ്ട് മുന്ന ഒരൊറ്റ വീശി വാസിറിനെ നെഞ്ച് ലക്ഷ്യമാക്കിയാണ് ആ കത്തി വീശിയത്. ആ നിമിഷത്തിൽ വാസിറിന്റെ നെഞ്ചിലൂടെ ആ കത്തി ഇങ്ങനെ കടന്നുപോയി. ആ കത്തി ഇങ്ങനെ കടന്നുപോയതും വാസിറിന്റെ ഷർട്ട് നനച്ചുകൊണ്ട് രക്തം പമ്പ് ചെയ്തതുപോലെ പുറത്തേക്ക് തെറിച്ചു. കൂടി നിൽക്കുകയായിരുന്ന പെൺകുട്ടികൾ അലമുറ ഇട്ടുകൊണ്ട് ഒരൊറ്റ ഓട്ടം. കോളേജ് ക്യാമ്പസിനകത്ത് ഇത് ഒരാളുടെ നെഞ്ച് വെട്ടിപ്പിളർന്നിരിക്കുകയാണ്. വാസിറിന്റെ ഒപ്പമുണ്ടായിരുന്ന അവന്റെ കൂട്ടുകാർ ഭയന്ന് ഒരൊറ്റ ഓട്ടം. വെട്ടേറ്റ് വാസിർ താഴേക്ക് വീഴുമ്പോൾ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ കോളേജിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. അവനെയാണ് ഇത് തികച്ചും അപ്രതീക്ഷിതമായി ഒരു ചെറുപ്പക്കാരൻ വെട്ടി താഴെ വീഴ്ത്തിയിരിക്കുന്നത്. അതും അവന്റെ തന്നെ ആയുധം ഉപയോഗിച്ചു. ഈ നിമിഷത്തിൽ മുന്നയ്ക്കൊപ്പമുള്ള അവന്റെ കൂട്ടുകാരും ഏതാണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. അവരെ നോക്കിയിട്ട് മുന്ന അവരോടായി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ വിളിച്ച് അച്ഛനോട് പറ, ഞാൻ ജ്യോതിശ്രീ പോലീസ് സ്റ്റേഷനുണ്ടെന്ന്. അത്രയും പറഞ്ഞതിന് ശേഷം മുന്ന അതിവേഗം ആ കോളേജ് ഗേറ്റ് വഴി പുറത്തേക്ക് നടന്നു. ഇത്രയും നേരം ആ കോളേജ് ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. മുന്ന കോളേജ് ഗേറ്റ് കടന്നതും കുട്ടികൾ വാസിറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അതിവേഗം വാസിറിനെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജോഗേശ്വരി പോലീസ് സ്റ്റേഷനിൽ ഈ നിമിഷത്തിൽ കൺട്രോൾ റൂമിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. കോളേജിൽ നിന്ന് ആരോ കൺട്രോൾ റൂമിൽ വിളിച്ച് കോളേജിനകത്ത് നടന്ന ആ ആക്രമണത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ടാണ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതും എസ് ഐയും സംഘാംഗങ്ങളും ജോഗേശ്വരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ്
ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അകത്തേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ മുൻഭാഗത്തുണ്ടായിരുന്ന ഡ്യൂട്ടി നിൽക്കുന്ന പോലീസുകാരനോട് ഉറക്കെ പറഞ്ഞു, ഞാൻ ഒരാളെ ഇസ്മൈൽ കോളേജ് വെച്ച് വെട്ടി, കീഴടങ്ങനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാറാവ് നിൽക്കുന്ന ആ പോലീസുകാരൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. ആ പാറാവുകാരൻ മാത്രമല്ല സ്തംഭിച്ചു പോയത്, ആ ചെറുപ്പക്കാരൻ ഉറക്കെ പറയുന്നത് പുറത്തേക്ക് വരികയായിരുന്ന എസ്ഐയും സംഘങ്ങളും കേട്ടു. ഇസ്മൈൽ കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരനെ വെട്ടിയെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് അവർ കേട്ടതാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങിയത്. അപ്പോഴാണ് ആ വെട്ട് നടത്തിയ ചെറുപ്പക്കാരൻ അവരുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകങ്ങൾ എസ് ഐ അതുപോലെ തന്നെ കേട്ടിരുന്നു. ആ പറയുന്നത് അയാൾ കാണുകയും ചെയ്തിരുന്നു. എസ് ഐ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ സ്റ്റേഷന്റെ നടുക്ക് അങ്ങനെ നിൽക്കുകയാണ്. വാതിൽക്കൽ സാക്ഷാൽ മുന്നയും ഉണ്ട്. ഒരു നിമിഷം ആ മുഴുവൻ സ്റ്റേഷനും ഏതാണ്ട് നിശബ്ദതയിലായി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം എസ് ഐ മുന്നേ അകത്തേക്ക് വിളിപ്പിച്ച് അവനെ ഒരു സീറ്റിലിരുത്തിയതിനു ശേഷം എസ് ഐ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഹയർ ഓഫീഷ്യൽസിനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. വിവരം അറിഞ്ഞതും ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് പോലീസ് ആ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് പറന്നെത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കോളേജ് ക്യാമ്പസിനകത്ത് ഈ ശൈലിയിൽ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ആക്രമണം നടത്തിയ ആള് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി കുറ്റം സമ്മതിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് DCP ഓടിയെത്തിയ DCP മുന്നേ ഇട്ടിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു. ആ മുറിയിൽ മുന്നേ അയാൾ ചോദ്യം ചെയ്തു തുടങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിയർത്ത് കുളിച്ച് DCP പുറത്തേക്ക് വന്നു. എസ്ഐയും സർക്കിൾ ഇൻസ്പെക്ടറും എന്നിവയുടെ അനവധി ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെയുണ്ട്. എല്ലാവരെയും നോക്കിയിട്ട് DCP അവരോടായി പറഞ്ഞു, ശരിക്കും എന്തൊരു റഫാണ് അവൻ, ഒരു കുലുക്കവുമില്ല അവന്. ചെയ്ത കാര്യത്തിൽ ഒരു തരത്തിലുള്ള പശ്ചാത്താപവും മുന്നേക്കില്ല എന്നുള്ളത് DCP വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ഹാർഡൻഡ് ക്രിമിനലുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് DCP. അദ്ദേഹം പോലും മുന്നയുടെ ആ മൈൻഡ് സെറ്റിന് മുന്നിൽ ഒന്ന് ഉലഞ്ഞൊന്ന് അയാളുടെ ആ പ്രകടനം വിളിച്ചു പറയുകയാണ്. DCP മുന്നയുടെ ആ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ് ആ കോള് വന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട വാസർ മരണപ്പെട്ട കാര്യമാണ് ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിൽ അറിയിച്ചത്. ഒരാളെ ഗുരുതരമായി ആക്രമിച്ചതിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിരിക്കുന്ന മുന്നയ്ക്ക് നേരെയുള്ള കേസ് ആ നിമിഷം അങ്ങ് മാറുകയാണ്. മുന്നയുടെ പേരിൽ കൊലപാതക കുറ്റം ചാർജ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ മുന്ന ജാമ്യത്തിലിറങ്ങി. മുന്നയുടെ വക്കീലിന് മജിസ്ട്രേറ്റിനെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയതുകൊണ്ടാണ് മുന്നയ്ക്ക് ജാമ്യം കിട്ടിയത്. മുന്നയുടെ ആ മുൻകാല ചരിത്രം ക്ലീൻ ആയതുകൊണ്ടുകൂടിയാണ് ഉപാധികളോടെ മുന്നയ്ക്ക് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച മുന്ന അവൻ്റെ അച്ഛന് മുന്നിൽ വീട്ടിൽ നിൽക്കുകയാണ്. അവൻ്റെ അച്ഛൻ ശരിക്കും അജിറ്റേറ്റഡ് ആണ്. കോളേജിൽ പഠിക്കാൻ വിട്ട മുന്ന കോളേജിൽ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നയോട് വളരെ സാവധാനം അവൻ്റെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി. മുന്ന, നീ ഇനി കോളേജിലേക്ക് പോയാൽ നിന്നെ അവിടെ ആരും ഉൾക്കൊള്ളത്തില്ല. അവർ നിന്നെ ഒരു കൊലപ്പുള്ളിയായിട്ടേ കാണത്തുള്ളൂ. തൽക്കാലം നീ എനിക്കൊപ്പം ചേരുന്നതാണ് നല്ലത്. മകനെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ മുന്നയുടെ പിതാവ് അവനെ അയാൾക്കൊപ്പം ചേർക്കാനാണ് തീരുമാനിച്ചത്. അയാൾക്ക് പ്ലംബിംഗ് വർക്കാണ്. പ്ലംബിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് ശരിക്കും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് മുന്നയുടെ പിതാവ്. മുന്ന അച്ഛൻ നിർബന്ധിച്ചപ്പോൾ അവസാനം അച്ഛനോടൊപ്പം ചേർന്നു. അവനും കോളേജിലേക്ക് ഇനി പോകാൻ കഴിയില്ല എന്നൊരു ഫീലുണ്ട്. അതുമാത്രമല്ല, അവൻ 1 മാസം കിടന്ന ആ ജയിൽ മുറിയിലെ അന്തരീക്ഷം അവനെ ഒന്ന് പരുവപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ജയിലിനകത്ത് ആ അന്തരീക്ഷം സാധാരണക്കാരനായ ഒരാളെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. ദൈനംദിന കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ട് ജയിലിനകത്ത് ഏതൊരാൾക്കും അനുഭവപ്പെടും. ആ ബുദ്ധിമുട്ടുകളിലൂടെ 1 മാസം കഴിഞ്ഞു പോയ മുന്നയ്ക്ക് അച്ഛനൊപ്പം കൂടുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് അവൻ്റെ അച്ഛനൊപ്പം പ്ലംബിംഗ് വർക്കിൽ അസിസ്റ്റന്റായി ജോയിൻ ചെയ്തത്. ദിവസങ്ങളും ആഴ്ചകളും അങ്ങനെ കടന്നു പോവുകയാണ്. ഒരു തരത്തിലുള്ള അടിപിടി കേസുകളിലും ചെന്നുപെടാതെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മുന്നയുടെ ലക്ഷ്യം. മുന്നയെ അതിന് സഹായിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ്റെ പിതാവ്. മുന്ന അവൻ്റെ അച്ഛനൊപ്പം പ്ലംബിംഗ് വർക്കിൽ സജീവമായി അങ്ങനെ പങ്കെടുത്തു വരുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അതിവേഗം കടന്നുപോയി. മാസങ്ങൾ വർഷങ്ങളായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നയുടെ ആ കൊലപാതക കേസ് ആളുകളുടെ മനസ്സിൽ നിന്ന് പതുക്കെ മാഞ്ഞു തുടങ്ങി. ഏകദേശം 3 കൊല്ലമായപ്പോൾ
ആളുകൾ ഏതാണ്ട് പൂർണ്ണമായി ആ കേസ് മറന്നു എന്ന് പറയാം. പക്ഷേ ആ കേസ് അങ്ങനെ അങ്ങ് മറക്കാത്ത ഒരാളുണ്ട്. അത് വാസന്റെ സഹോദരൻ നാസിറാണ്. നാസിർ അത്യാവശ്യം ഗുണ്ടാ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കഥാപാത്രമാണ്. അവന്റെ ആ ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ തണലിലാണ് യഥാർത്ഥത്തിൽ വാസിർ കോളേജിൽ ഒരു ചെറിയ ഗുണ്ടയായി വിലസിയത്. നാസിറിന് അനുജന്റെ ആ മരണം അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. മുന്നയോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നാസിറിന്റെ മനസ്സിലുണ്ട്. നാസിറും അവനൊപ്പമുള്ള കൂട്ടാളികളും മുന്നയെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. മുന്ന പോകുന്ന സ്ഥലങ്ങൾ, ചെയ്യുന്ന വർക്ക് ഒക്കെ അവര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിച്ചപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. മുന്ന പ്ലംബിംഗ് വർക്സിന് വിവിധ സ്ഥലങ്ങളിലാണ് പോകുന്നത്. പക്ഷെ എങ്ങനെ പോയാലും അവൻ വൈകുന്നേരം ഒരു ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. ആ ജംഗ്ഷനും അവൻ്റെ വീടും തമ്മിൽ ഒരു 150-200 മീറ്ററിന്റെ അകലമേ ഉള്ളൂ. ആ ജംഗ്ഷനിൽ എത്താതെ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരു ചെറിയ കവലയാണ്. ഏത് വശത്തൂടെ വന്നാലും ആ കവലയിൽ വന്നിട്ടേ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും. ആ കവലയിൽ കാത്തു നിൽക്കാൻ നാസിറും കൂട്ടരും തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. 1994 മാർച്ച് മാസത്തിൽ ഒരു ദിവസം നാസിറും കൂട്ടരും ഇരുട്ടിന്റെ മറ പറ്റിക്കൊണ്ട് ആ കവലയിൽ പല ഭാഗത്തായി അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. മുന്ന ബസ് ഇറങ്ങി നടന്ന് കവലയിലെത്തി. അവിടെ നിന്ന് അവൻ വീട്ടിലേക്ക് നടന്നു തുടങ്ങിയതും പെട്ടെന്ന് അവന്റെ മുന്നിൽ നാസിർ പ്രത്യക്ഷപ്പെട്ടു. നാസിറിനൊപ്പം 3 ആളുകളുമുണ്ട്. അവർ മുന്നയുടെ വഴി തടയുകയായിരുന്നു. വഴി തടഞ്ഞ നാസിർ മുന്നോട് പറഞ്ഞു, എന്നെ നീ അറിയുമോ? പെട്ടെന്ന് വഴി തടഞ്ഞ ഒരാൾ അങ്ങനെ ചോദിച്ചപ്പോൾ മുന്ന അസ്വസ്ഥയോടെ അയാൾ നോക്കുമ്പോൾ അയാൾ മുന്നോട് പറഞ്ഞു, ഞാൻ വാസന്റെ ചേട്ടനാണ്. വാസനെ നീ അറിയുമല്ലേ? വാസർ എന്ന പദം കേട്ടതും മുന്ന രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരൊറ്റ ഇടി. തൊട്ട് മുന്നിൽ നിന്ന് നാസിറിന് അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും മുമ്പ് നാസിറിനെ മുന്നങ്ങി ഇടിക്കരുത്. മുന്നയുടെ ആ റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ വാസിറിനെയും 3 കൊല്ലങ്ങൾക്ക് മുമ്പ് കോളേജിൽ വീഴ്ത്തിയത്. അതേ ശൈലിയിലുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് മുന്ന വീണ്ടും നടത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നയുടെ ഇടിയിൽ നാസർ തെറിച്ച് താഴെ വീണു. പക്ഷേ നാസറിന്റെ കൂടെയുള്ള ആളുകൾ ഇത്തരം ഒരു സാഹചര്യം പ്രതീക്ഷിച്ച എത്തിയത്. അവരുടെ കയ്യിൽ ഹോക്കി സ്റ്റിക്കുകളുണ്ട്. ഹോക്കി സ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നേ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. ശരിക്കും ഒരു ഉഗ്രൻ സംഘടന. ആ അടിക്കിടയിൽ മുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഹോക്കി സ്റ്റിക്ക് പിടിച്ചു വാങ്ങി. ഹോക്കി സ്റ്റിക്ക് കയ്യിൽ കിട്ടിയ മുന്ന അടുത്ത നിമിഷം അതുപയോഗിച്ച് നാസിറിനെ തലങ്ങും വിലങ്ങും തലി തുടങ്ങി. അടിയേറ്റ് നാസിർ താഴെ വീണു. താഴെ വീണ നാസിറിന്റെ തല ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്ന ആഞ്ഞൊരൊറ്റയാടി. തലയിലും മുതുകിലുമൊക്കെ അടിയേറ്റ് നാസിർ തറയിലേക്ക് വീണതും ഈ കാഴ്ച കണ്ട നാസിറിന്റെ കൂട്ടുകാർ ഒരൊറ്റ ഓട്ടം. അവന്മാർ ഓടിപ്പോകുന്ന സമയമായപ്പോൾ അവിടെ മുഴുവൻ ആൾക്കൂട്ടമാണ്. അടിയുടെ ശബ്ദവും ബഹളവും കേട്ട് അടുത്തുള്ള വീട്ടുകാരും ജംഗ്ഷനിലുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ അങ്ങനെ കൂടി നിൽക്കുമ്പോൾ മുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ശ്രദ്ധിക്കാതെ നാസിറിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഈ സമയത്താണ് അതുവഴി പോലീസ് എത്തിയത്. ആൾക്കൂട്ടത്തിനിടയിലൂടെ പുറത്തേക്ക് നടക്കുന്ന സമയത്താണ് മെഹ്വാദി പോലീസ് മുന്നയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മുന്ന പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞു. തന്നെ ആക്രമിക്കാൻ വന്ന നാസിറിനെ താൻ തിരിച്ചു തല്ലിയെന്നുള്ള കാര്യം മുന്ന പോലീസിനോട് സമ്മതിച്ചു. പോലീസ് മുന്നേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആളുകൾ നാസിറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഭാഗ്യത്തിന് നാസിറിന്റെ പരിക്കുകൾ അത്ര ഗുരുതരമായ ഒന്നുമായിരുന്നില്ല. നാസിറെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് തന്നെ പോലീസ് മുന്നയ്ക്ക് ജാമ്യം കൊടുത്തു. മുന്ന ജാമ്യത്തിൽ ഇറങ്ങിയ കാര്യം നാസിർ അറിഞ്ഞു. നാസിറിന്റെ മനസ്സിൽ മുന്നയോടുള്ള ആ ദേഷ്യം അനുദിനം കൂടിക്കൂടി വരികയാണ്. ആദ്യം അവൻ്റെ അനുജനെ മുന്ന കൊന്നു. രണ്ടാമത് അവനെയും അവൻ്റെ കൂട്ടാളിയും മർദ്ദിച്ചു. പ്രതികാരം ചെയ്യണം, ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇപ്പോൾ നാസിറിന്റെ മനസ്സിലുള്ളത്. മുന്നയോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി നാസിർ അങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന് നാസിറിന് അവസരം കിട്ടിയത് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ്. മുന്ന വൈൽപാർലെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിപ്പോകുന്നത് കണ്ടു എന്നുള്ള വിവരം നാസിറിന് അയാളുടെ ഒരു സുഹൃത്ത് റിപ്പോർട്ട് ചെയ്തു. വിവരം അറിഞ്ഞതും നാസിറും അയാളുടെ സുഹൃത്തുക്കളും ആ റെസ്റ്റോറൻറ്റിൽ പറന്നെത്തി. മുന്ന ആ സമയത്ത് ഒരു ടേബിളിനടുത്തിരിക്കുകയാണ്. ടേബിളിനടുത്തിരിക്കുന്ന മുന്നേ കണ്ട നാസിറും കൂട്ടരും
ഹോക്കി സ്റ്റിക്കുകളുമായി മുന്നിനടുത്തേക്ക് ഓടിയെത്തി. തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന നാസറിനെ മുന്നേയും കണ്ടു. നാസർ മുന്നേക്ക് അടുത്തെത്തുന്നതിന് തൊട്ടു മുമ്പ് മുന്നയുടെ തൊട്ടു മുന്നിലുള്ള മേശ ശരിക്കും അത്ഭുതകരമായ വേഗതയിൽ മുന്നോട്ട് പറക്കുകയും നാസറിന്റെ പുറത്ത് ഇടിക്കുകയും ചെയ്തു. ശരിക്കും മുന്ന ആ മേശ എടുത്തൊരൊറ്റ ഇടിയിടിക്കുകയായിരുന്നു. ഈ നിമിഷത്തിൽ മുന്നയുടെ സുഹൃത്തുക്കൾ റെസ്റ്റോറൻറ്റിനകത്ത് കൈ കഴുകാൻ പോയിരിക്കുകയായിരുന്നു. അവർ കൈ കഴുകിയിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന മേഖലയിലേക്ക് വരുമ്പോഴാണ് അവിടെ മുന്നയും നാസറിന്റെ കൂട്ടാളികളും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കണ്ടത്. മുന്നയുടെയും മുന്നയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ നാസറും കൂട്ടരും ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാര്യമായ തല്ല് നാസറിനും കൂട്ടാളികൾക്കും കിട്ടി. ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങിയ മുന്നയ്ക്കും കൂട്ടുകാർക്കും ഒരു കാര്യം അറിയാം. ആ റെസ്റ്റോറൻറ്റിനകത്ത് നടന്ന ആ സംഘടന പോലീസ് എന്തായാലും നോട്ട് ചെയ്യും. പോലീസ് അവരെ തേടി വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നയ്ക്ക് നല്ല ഉറപ്പാണ്. കൂട്ടുകാരെ കൂടി ആ കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ മുന്നയ്ക്ക് ഒരു താല്പര്യമില്ല. മുന്ന കൂട്ടുകാരോട് പറഞ്ഞു, പോലീസ് എന്നെ കിട്ടിയാൽ ഈ കേസ് അവസാനിപ്പിക്കും, ഞാൻ സ്റ്റേഷനിൽ കീഴടങ്ങാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം മുന്ന നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. വൈൽഡ് പാർലെ പോലീസ് സ്റ്റേഷൻ. അവിടെ എത്തിയ മുന്ന റെസ്റ്റോറൻറ്റിൽ നടന്ന അടിയുമായി ബന്ധിപ്പിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങിയായിരുന്നു. റിമാൻഡ് ചെയ്യപ്പെട്ട മുന്ന വീണ്ടും അങ്ങനെ ജയിലിലെത്തി. ആ കേസുമായി ബന്ധിപ്പിച്ച് കുറെ നാൾ മുന്ന ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുന്ന അച്ഛനും ഒന്നിച്ച് വീണ്ടും പ്ലംബിംഗ് വർക്ക്സിൽ സജീവമായി. ഏകദേശം ഒരു വർഷം അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ജോഗ്ദേശ്വരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് റോഡ് സൈഡിലായി കൊല്ലപ്പെട്ട നിലയിലാണ് നാസറിനെ ആളുകൾ കാണുന്നത്. മുന്നയും നാസറും തമ്മിലുള്ള സംഘടനത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചും അറിയാവുന്ന നാട്ടുകാരും പോലീസും സ്വാഭാവികമായിട്ടും മുന്നയെ ആ കേസിലേക്ക് കൊണ്ടുവരും. വിവരമറിഞ്ഞതും മുന്ന അക്കാര്യം അവൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇനി എനിക്ക് ജയിലിൽ പോകാൻ വയ്യ. 2 തവണ ജയിലിൽ കിടന്ന ആളാണ് ഇപ്പോൾ മുന്ന. ജയിലിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നയ്ക്ക് ഇപ്പോൾ നല്ല ധാരണയുണ്ട്. വീണ്ടും ജയിലിലേക്ക് പോകാൻ മുന്നയ്ക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യം മുന്ന അവൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്തിയതും മുന്നയോട് അവൻ്റെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബന്ധുക്കൾ പടിഞ്ഞാറൻ UP-യിലുണ്ട്, നിന്നെ ഞാൻ അവിടെ അയക്കാം. ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ മേഖല സാധാരണ ആളുകൾക്ക് അങ്ങനെ നിന്ന് താമസിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. സകല ക്രിമിനലുകളുടെയും ഉത്തമ വിഹാര സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ പടിഞ്ഞാറൻ UP എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ UP-യിലെ വിവാഹങ്ങൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് വെടിയുടെ ശബ്ദമാണ്. സിംഗിൾ ബാരൽ ഗണ്ണുകളും ഡബിൾ ബാരൽ ഗണ്ണുകളുമായി ഇഷ്ടംപോലെ ആളുകൾ ആ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടാവും. അവർ ആകാശത്തേക്ക് വെറുതെ നിറയൊഴിക്കും. ആ വിവാഹത്തിന്റെ പ്രൗഢി തീരുമാനിക്കുന്നത് അവിടെ എത്തുന്ന ആളുകളുടെ ഗണ്ണുകളാണ്. ഒരു ബാരലുള്ള ഗണ്ണും ഡബിൾ ബാരലുള്ള ഗണ്ണുമായി എത്ര ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ് ശരിക്കും ആ കല്യാണത്തെ നാട്ടുകാരുടെ ഇടയിൽ ചർച്ചയാക്കുന്നത്. ഇന്നയാളുടെ കല്യാണത്തിന് 40 ആളുകളാണ് ഗണ്ണുമായി എത്തിയത്. അത് പറയുമ്പോൾ മറ്റുള്ള പറയും, അതെന്ത്, ദാ ജമീന്ദാറുടെ വീട്ടില് 50 ഗണ്ണാണ് പൊട്ടിച്ചത്. ശരിക്കും അങ്ങനെ പറയുന്നതിൽ നാട്ടുകാർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അവിടെ ആ വിവാഹത്തിന് കൊണ്ടുവരുന്ന ഗണ്ണുകളൊക്കെയും ലോക്കൽ കൊല്ലന്മാരുണ്ടാക്കുന്നതാണ്. ലോക്കൽ കൊല്ലന്മാരുണ്ടാക്കുന്ന ആ സിംഗിൾ ബാരൽ ഗണ്ണുകളും ഡബിൾ ബാരൽ ഗണ്ണുകളും ആളുകൾ കാണക്കെ അരയിൽ തൂക്കിയിട്ട് നടക്കുക എന്നുള്ളത് ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ട വിനോദവുമാണ്. ആ സ്ഥലത്തേക്കാണ് മുന്നേ അവൻ്റെ അച്ഛൻ അയച്ചത്. പോലീസിന്റെ അറസ്റ്റ് പേടിച്ച് ഒളിവിൽ താമസിക്കാനായിട്ടാണ് മുന്ന യഥാർത്ഥത്തിൽ ആ വെസ്റ്റേൺ UP-യിൽ അയാളുടെ ബന്ധുക്കളുടെ വീട്ടിലെത്തിയത്. അവിടെ മുന്നയുടെ സമപ്രായത്തിലുള്ള കസിൻസ് ഉണ്ട്. ആ കസിൻ ബ്രദേഴ്സ് മുന്നയെ ഒരു കാര്യം പഠിപ്പിച്ചു. തോക്ക് ഉപയോഗിക്കാനാണ് അവർ മുന്നയെ പഠിപ്പിച്ചത്. തുറസായ വയലുകളിൽ മുന്നയെ ആദ്യം പിസ്റ്റൾ ഉപയോഗിക്കാനും പിന്നെ സിംഗിൾ ബാരൽ ഗണ്ണുകളും ഡബിൾ ബാരൽ ഗണ്ണുകളും ഉപയോഗിക്കാൻ അവർ പഠിപ്പിച്ചു. മുന്നയ്ക്ക് അതൊരു വല്ലാത്ത ഹരമായി മാറി. തോക്ക് ഉപയോഗിക്കാൻ പഠിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ മുന്ന അതിനകത്തങ്ങ് ആഴ്ന്ന് ഇറങ്ങിയെന്ന് പറയാം. ശരിക്കും ഒരു ഭ്രാന്ത് പോലെയാണ് മുന്ന പ്രാക്ടീസ് ചെയ്തത്. ഏകദേശം 6 മാസക്കാലം മുന്ന നിരന്തരമായി പ്രാക്ടീസ് ചെയ്യായിരുന്നു. ആ പ്രാക്ടീസിൽ ഒരു ഹരം കണ്ടെത്തിയ മുന്ന വളരെ ദൂരെ നിന്ന് സൂക്ഷ്മ ലക്ഷ്യങ്ങൾ വെടിവെച്ച് ഇടുന്നതിൽ വല്ലാത്തൊരു പ്രാഗൽഭ്യം നേടുകയാണ്.
ഏകദേശം 6 മാസം നിരന്തരമായി ഗൺ ഉപയോഗിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞ മുന്ന 97 മാർച്ച് ആയപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, ഇനി ഇവിടെ ഒടുവിൽ കഴിയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വരാം. അങ്ങനെ മുന്ന പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ സമ്മതിച്ചു. ആരും അറിയാതെ UP-യിൽ നിന്ന് മുന്ന ബോംബെയിൽ മടങ്ങിയെത്തി. ബോംബെയിൽ മുന്ന ആരുടെയും ദൃഷ്ടിപ്പെടാതെ അവൻ വീട്ടിൽ തന്നെ കഴിയുകയാണ്. പക്ഷേ അവൻ്റെ വീട്ടിൽ അവനുള്ള കാര്യം അയൽപക്കത്തുള്ള ആരും അറിഞ്ഞു. അവർ രഹസ്യമായി ആ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. വീട് വളഞ്ഞ് മുന്നയെ അറസ്റ്റ് ചെയ്ത പോലീസ് മുന്നയെ നാസറിന്റെ കൊലപാതകവുമായി കണക്ട് ചെയ്ത് അന്വേഷണം നടത്തുന്ന മെഹ്വാദി പോലീസിന് കൈമാറി. തികച്ചും ദുരൂഹമായ സാഹചര്യത്തിലാണ് നാസർ കൊല്ലപ്പെട്ടത്. നാസറും മുന്നയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന പോലീസ് മുന്നയെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നയെ മെഹ്വാദി പോലീസിന് മുന്നേ അറസ്റ്റ് ചെയ്ത പോലീസ് ഹാൻഡ് ഓവർ ചെയ്തത്. നാസറിന്റെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മുന്നയെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. പോലീസിൽ ചോദ്യം ചെയ്യുന്നതിന് മിടുക്കന്മാരായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ചോദ്യം ചെയ്യുന്നതിൽ കിടിലം റെക്കോർഡുള്ള ആ പോലീസുകാർ 1 മാസം തലങ്ങും വിലങ്ങും മുന്നേ ചോദ്യം ചെയ്തു. നാസറിനെ താനാണ് കൊന്നതെന്ന് സമ്മതിക്കുന്നത് വരെ മുന്നേ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്ന തരിമ്പും വഴങ്ങിയില്ല. പഠിച്ച പണി 18 എന്ന് പറയുമ്പോൾ മുന്നേ അവർ കാര്യമായി മർദ്ദിച്ചു നോക്കിയിട്ടും മുന്നയ്ക്ക് ഒരു കുലുക്കവുമില്ല. 1 മാസക്കാലം ചോദ്യം ചെയ്ത പോലീസ് അവസാനം മുന്നേ ആർതർ റോഡിലെ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. മുന്നയുടെ തലവര മാറ്റി മറിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ആ ജയിലിൽ വെച്ചാണ്. അവിടെ മുന്നേ കാത്ത് ഒരു പ്രധാന കക്ഷി ഉണ്ടായിരുന്നു. അതാണ് ഇസ്മയിൽ മലബാറി. ഇസ്മയിൽ മലബാറിയും അയാളുടെ സഹോദരൻ റഷീദ് മലബാറിയും ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി ഗാങ്ങിലെ അതിശക്തരായ 2 ചോട്ട നേതാക്കളാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈ ചോട്ട ഷക്കീലിന്റെ ആജ്ഞകൾ നേരിട്ട് ഏറ്റുവാങ്ങുന്ന ഒരു ചോട്ട നേതാവാണ് യഥാർത്ഥത്തിൽ ഈ റഷീദ് മലബാറി. റഷീദ് മലബാറിയുടെ സഹോദരൻ ഇസ്മയിൽ മലബാറിയാണ് ആർതർ റോഡ് സെൻട്രൽ ജയിലിൽ വെച്ച് മുന്ന പരിചയപ്പെടുന്നത്. മുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു വല്ലാത്ത ഫാനാണ്. ദാവൂദ് ഇബ്രാഹിം ബോംബെയിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി മാറിയ കഥ മുന്നേ തെല്ലൊന്നുമല്ല ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. 80കളുടെ മധ്യത്തോടുകൂടി ദാവൂദ് ഇബ്രാഹിം അയാളുടെ പ്രവർത്തന കേന്ദ്രം ദുബായി ആക്കി മാറ്റിയിരുന്നു. ദുബായിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ പിന്നീട് മുംബൈ അടക്കി ഭരിച്ചത്. ദുബായിലിരുന്ന് മുംബൈ അടക്കി ഭരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന് ആ സമയത്ത് 2 കൂട്ടാളികളാണ് ഉള്ളത്. ഒന്ന് ചോട്ട ഷക്കീൽ, മറ്റത് ചോട്ട രാജൻ. ആ 2 പേരും ദാവൂദ് ഇബ്രാഹിം കൂടി ബോംബെയിൽ സകല വിധത്തിലെ അധോലോക ആക്ടിവിറ്റീസിനെയും നിയന്ത്രിച്ച കഥ വല്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് സ്കൂൾ കാലഘട്ടത്തിൽ മുന്നേ ഉൾക്കൊണ്ടിരുന്നത്. ആ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിലെ ഇസ്മയിൽ മലബാറിയെ പരിചയപ്പെട്ടപ്പോൾ മുന്നയ്ക്ക് ഒരു വല്ലാത്ത സന്തോഷം. ഏത് ക്രിമിനൽ സംഘത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത് അതിലെ അംഗങ്ങളാണ്. അധോലോക പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്ന സംഘങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യം വേണ്ടതും സംഘാംഗങ്ങളാണ്. പുതിയ പുതിയ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് വലിയ ചലഞ്ചാണ്. എന്നാൽ അതേ സമയത്ത് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആളുകളെ കണ്ടുകിട്ടുകയും ചെയ്യും. അങ്ങനെ അനുയോജ്യരായ ആളുകളെ കണ്ടുകിട്ടുന്ന ഒരു സ്ഥലം ജയിലാണ്. ജയിലിൽ പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടോ പെറ്റി കേസുകളുമായി ബന്ധപ്പെട്ടോ ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ വരുന്ന കക്ഷികളിൽ നിന്ന് അനുയോജ്യരായ ആളുകളെ റിക്രൂട്ട് ചെയ്യാനായി എല്ലാ ജയിലിലും വൻ സംഘങ്ങൾക്ക് ആളുകൾ കാണും. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി ഗാങ്ങിനും എല്ലാ ജയിലുകളിലും അതുപോലെ റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട്. ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ക്രിമിനലുകളെ കണ്ടുമുട്ടിയാൽ അവരെ ഗ്യാങ്ങിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സ്ഥിരമാക്കിയ ഒരു കക്ഷിയാണ് ഈ ഇസ്മയിൽ മലബാറി. ആ ഇസ്മയിൽ മലബാറിയുടെ മുന്നിലാണ് ഇപ്പോ നമ്മുടെ കഥാനായകൻ മുന്ന വന്നുപെട്ടിരിക്കുന്നത്. മുന്ന ജിങ്ദാദെ ദാവൂദിന്റെ ഗ്യാങ്ങിലേക്ക് എടുക്കാൻ വേണ്ടി ശരിക്കും ജയിലിനകത്ത് ഇസ്മയിൽ ഒരു ഇന്റർവ്യൂ തന്നെ സംഘടിപ്പിച്ചു. ആ ഇന്റർവ്യൂവിൽ മുന്ന ജിങ്ദാദ
അവന്റെ അതുവരെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇസ്മയിലിന് മുന്നിൽ തുറന്നു വെച്ചു. അങ്ങനെ തുറന്നു വെച്ച അവന്റെ ജീവിത കഥയിൽ അവൻ വളരെ ആവേശത്തോടെ പറയാൻ ശ്രമിച്ചതും പറഞ്ഞതും യു പിയിലുള്ള അവന്റെ 6 മാസക്കാലമാണ്. അവിടെ വെച്ച് ധാരാളം ആയുധങ്ങൾ പരിചയപ്പെട്ടതും ആ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവൻ പ്രാക്ടീസ് ചെയ്തതൊക്കെ വല്ലാത്ത ആവേശത്തോടു കൂടിയാണ് അവൻ പറഞ്ഞത്. അവൻ ആ ആയുധങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഇസ്മയിലിന് മുന്നെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 1 മാസക്കാലം പോലീസിലെ വമ്പന്മാർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും മുന്നേ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പറ്റാത്തതാണ്. എല്ലാ തരത്തിലുള്ള 3-ാം മുറകളും മുന്നയ്ക്ക് മുകളിൽ പോലീസ് ഉപയോഗിച്ചെങ്കിലും മുന്നേ ശരിക്കും പിടിച്ചു നിൽക്കുകയായിരുന്നു. മുന്നയുടെ ആ കപ്പാസിറ്റിയാണ് ഇസ്മയിൽ മലബാറിയെ ശരിക്കും ആകർഷിച്ചത്. ഇസ്മയിൽ മലബാറി ഇന്റർവ്യൂ കഴിഞ്ഞതും ആ കാര്യം ഛോട്ടാ ഷക്കീലിന് റിപ്പോർട്ട് ചെയ്തു. ഛോട്ടാ ഷക്കീലിന്റെ സഹായത്തോടു കൂടി കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ മുന്ന ജയിലിൽ നിന്ന് മോചിതനായി. ജയിലിൽ നിന്ന് മോചിതനാകുന്ന ദിവസം ഇസ്മയിൽ മലബാറി ഒരു കെട്ട് നോട്ട് മുന്നയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ ആർദർ റോഡിലെ സെൻട്രൽ ജയിലിനകത്ത് ആ കെട്ട് നോട്ട് എങ്ങനെ ഇസ്മയിൽ മലബാറിയുടെ കയ്യിലെത്തി എന്നുള്ളത് തികച്ചും അതിശയകരമായ കാര്യമാണ്. നോട്ടല്ല, എന്തു വേണമെങ്കിലും ഡി ഗാങ്ങിന് ജയിലിനകത്ത് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കതിനെ എടുക്കാം. ഇസ്മയിൽ മലബാറി ആ കെട്ട് നോട്ട് മുന്നയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവന് ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാനാണ് മുന്നയോട് ഇസ്മയിൽ മലബാറി ആവശ്യപ്പെട്ടത്. അവൻ്റെ കൈവശമുള്ള പണത്തിൽ നിന്ന് പകുതി ആദ്യം തന്നെ അവൻ്റെ വീട്ടിലെത്തിച്ചു. അതിനുശേഷം ഇസ്മയിൽ കൊടുത്ത ആ നമ്പറിലേക്ക് മുന്ന വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത വ്യക്തി മുന്നയോട് മുസഫർ ഖാനയിൽ എത്താൻ പറഞ്ഞു. മുസഫർ ഖാനയിൽ മുന്നേ എത്തിയതും അവനെ അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ മുന്നേ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവന് ആദ്യമായി ഛോട്ടാ ഷക്കീലുമായി ഫോണിലൂടെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. മുന്നയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഛോട്ടാ ഷക്കീൽ മുന്നയോട് പറഞ്ഞു, മുന, പണം ഒരു വിഷയമേ അല്ല. നീ ഞങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ പണം നിന്റെ കയ്യിലേക്ക് ഒഴുകി എത്തിക്കൊള്ളും. ഛോട്ടാ ഷക്കീൽ അത് പറഞ്ഞതും മുന്ന ഷക്കീലിനോട് പറഞ്ഞു, ഷക്കീൽ ഭായി, എനിക്ക് വർക്ക് നൽകിയാൽ ഞാൻ അങ്ങ് വിചാരിക്കുന്നതിനേക്കാൾ നന്നായി അത് പ്രവർത്തിച്ച് കാണിക്കാം. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. മുന്നയുടെ ആത്മവിശ്വാസം കലർന്ന ആ വാക്കുകൾ ഛോട്ടാ ഷക്കീലിനെ ശരിക്കും ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. ഛോട്ടാ ഷക്കീൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയാണ്. ഒരു സീസൺഡ് ക്രിമിനലാണ്. ഡി കമ്പനിക്ക് വേണ്ടി 100 കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഛോട്ടാ ഷക്കീലിന് മുന്നയുടെ ആ ആത്മവിശ്വാസം കലർന്ന മറുപടി ഒരു വല്ലാത്ത പുഞ്ചിരി ഉണ്ടാക്കുകയാണ്. അയാൾ ഇതുപോലെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഛോട്ടാ ഷക്കീൽ ഫോണിന്റെ മറുപുറത്ത് അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നത്. ഛോട്ടാ ഷക്കീലുമായി മുന്നേ സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുന്നേ ദോങ്ക്രിയിലേക്ക് കൊണ്ടുവന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ കളിത്തൊട്ടിലായിരുന്ന ദോങ്ക്രിയിൽ മുന്നേ കാത്തുനിന്നത് സാക്ഷാൽ റഷീദ് മലബാറിയാണ്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഇസ്മയിൽ മലബാറിയുടെ സഹോദരൻ. റഷീദ് മലബാറി മുന്നേ കൊണ്ടുപോയത് ഒരു രഹസ്യ സംഗീതത്തിലേക്കാണ്. ആ രഹസ്യ സംഗീതത്തിൽ ടാർപ്പാളിൻ കൊണ്ട് മൂടപ്പെട്ട ഒരു വലിയ പെട്ടിയുടെ അടുത്തേക്ക് മുന്നേ റഷീദ് എത്തിച്ചു. റഷീദ് ആ ടാർപ്പാളിൻ മാറ്റിയപ്പോൾ ആ പെട്ടിക്കകത്തേക്ക് നോക്കിയ മുന്ന ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആയുധങ്ങളുടെ വൻ കൂമ്പാരമാണ് ആ പെട്ടിക്കകത്ത്. വളരെ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, അമ്യൂണേഷൻസ് എല്ലാം അതിനകത്തുണ്ട്. ആ ആയുധങ്ങൾ പാകിസ്ഥാന്റെ രഹസ്യ അന്വേഷണ സംഘടനയായ ISIയുടെ സഹായത്താൽ ഡി കമ്പനിയുടെ ദാവൂദ് ഇബ്രാഹിം മുംബൈയിൽ എത്തിച്ചതാണ്. ആ ആയുധങ്ങളിലേക്ക് കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന മുന്നയോടായി റഷീദ് മലബാറി പറഞ്ഞു, മുന, നിനക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്തു. റഷീദ് പറഞ്ഞത് കേട്ടതും ആ ആയുധങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന മുന്ന അതിൽ നിന്ന് 2 AK-56 അസാൾട്ട് റൈഫിളുകൾ പുറത്തെടുത്തു. അതിനോടൊപ്പം 2 പിസ്റ്റളും ഇഷ്ടംപോലെ അമ്യൂണേഷനും എടുത്തു. അത് മുഴുവൻ എടുത്ത് മേശപ്പുറത്ത് നിരത്തി വെച്ച മുന്ന റഷീദ് മലബാറിയോട് ചോദിച്ചു, റഷീദ് ഭായ്, ആരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്? മുന്നയുടെ ചോദ്യം കേട്ടതും ചിരിച്ചുകൊണ്ട് റഷീദ് ഭായ് പറഞ്ഞു, അരുൺ ഗാവ്ലി. മുംബൈ പോലീസിന്റെ പിടിയിലാകാറായപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിം ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നത്. 86 മുതൽ 93 വരെ ദുബായ് ആയിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രവർത്തന കേന്ദ്രം. ആ സമയത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ
വലങ്കയായിരുന്ന ചോട്ടരാജൻ ഡി കമ്പനിയിലേക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു കക്ഷിയാണ് ഈ അരുൺ ഗാവ്ലി. 93-ൽ ബോംബെ സ്ഫോടന പരമ്പര കഴിഞ്ഞതും ചോട്ടരാജൻ ദാവൂദ് ഇബ്രാഹിമുമായി തെറ്റി ഡി ഗ്യാങ് വിട്ടപ്പോൾ രാജനൊപ്പം പുറത്തുപോയ ആളുകളുടെ കൂട്ടത്തിലെ പ്രധാനി ഈ അരുൺ ഗാവ്ലിയാണ്. മുംബൈ സ്ഫോടന പരമ്പര കഴിഞ്ഞതും ദുബായിൽ നിൽക്കുക ബുദ്ധിമുട്ടായി മാറിയ ദാവൂദ് അയാളുടെ താവളം പാകിസ്ഥാൻ ചാരസംഘടനയായ ISയുടെ സഹായത്താൽ കറാച്ചിയിലേക്ക് മാറ്റിയിരുന്നു. കറാച്ചിയിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ ബോംബെ ഇപ്പോൾ അടക്കി ഭരിക്കുന്നത്. കറാച്ചിയിലുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ ലക്ഷ്യം മറ്റ് സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാതാക്കാനായി അയാൾ ആദ്യം ആലോചിച്ച ഒരു സംഘം അരുൺ ഗാവ്ലിയുടേതാണ്. അരുൺ ഗാവ്ലിയെയും ടീമിനെയും ഇല്ലാതാക്കാനായിട്ടാണ് ഇപ്പോൾ ഇതാ മുന്ന ജിങ്താദയ്ക്ക് റഷീദ് മലബാറി തോക്കുകൾ ഹാൻഡ് ഓവർ ചെയ്തത്. ഡോങ്കരിയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ മുന്നയും അയാൾക്കൊപ്പമുള്ള ഗ്യാങ് അംഗങ്ങളും ബൈക്കുള്ളയിലേക്ക് തിരിച്ചു. ബൈക്കുള്ളയിൽ അരുൺ ഗാവ്ലി ഒരു റാലി സംഘടിപ്പിക്കുകയാണ്. അരുൺ ഗാവ്ലി ഗുണ്ടാ പരിപാടികൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അയാൾ ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അഖില ഭാരതീയ സേന എന്നാണ് ആ കക്ഷിയുടെ പേര്, AKS. AKSന്റെ ഒരു റാലിയാണ് ബൈക്കുള്ളയിൽ നടക്കുന്നത്. റാലി നടക്കുന്ന സ്ഥലത്തെത്തിയ മുന്നയും ഷൂട്ടേഴ്സും അരുൺ ഗാവ്ലിയിലേക്ക് എത്താനായി ഒരു ശ്രമം നടത്തിയെങ്കിലും അവർക്ക് അരുൺ ഗാവ്ലിയുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റാത്ത ശരിയിൽ വളരെ ശക്തമായ സെക്യൂരിറ്റി സംവിധാനമാണ് അവിടെ ഒരുക്കിയിരുന്നത്. അരുൺ ഗാവ്ലിയുടെ ഗ്യാങ് മെമ്പേഴ്സ് സകല സ്ഥലത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പുറമെ പോലീസുമുണ്ട്. ഡി ഗ്യാങ്ങും അരുൺ ഗാംഗിലെ ഗ്യാങ്ങും തമ്മിലുള്ള വിദ്വേഷത്തെക്കുറിച്ച് അറിയാവുന്ന പോലീസ് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൻ സെക്യൂരിറ്റിയാണ് ബൈക്കുള്ളയിൽ ആ ദിവസം അറേഞ്ച് ചെയ്തത്. ടാർഗറ്റിനെ മുന്നിൽ കണ്ടിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. മുന്നയ്ക്ക് അരുൺ ഗാവ്ലിയുടെ ആ സെക്യൂരിറ്റി സംവിധാനത്തെ മറികടന്നുകൊണ്ട് അരുൺ ഗാവ്ലിയുടെ അടുത്തേക്ക് എത്താൻ ഒരു മാർഗവുമില്ല. റാലി നടന്ന സ്ഥലത്തുനിന്ന് മടങ്ങിയെത്തിയ മുന്ന ആ വിവരം ഷക്കീലിന് റിപ്പോർട്ട് ചെയ്തു. മുന്ന ശരിക്കും വിഷമിച്ചാണ് ഷക്കീലിനോട് സംസാരിച്ചത്. അത് കേട്ടതും ചോട്ടോ ഷക്കീൽ മുന്നോട് പറഞ്ഞു, മുന്ന വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് നമ്മുടെ മുന്നിൽ നമുക്ക് വെടിയുതിർക്കാൻ പറ്റുന്ന ശരിയിൽ നിന്ന് തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് വെയിറ്റ്, അവസരം വരും. തൽക്കാലം ഞാൻ വേറൊരു ടാർഗറ്റ് തരാം. വേറെ ആരെയും ടാർഗറ്റ് ചെയ്യേണ്ടത്? അരുൺ ഗാവ്ലിയുടെ ഒരു വലങ്കൈയുണ്ട്, പ്രകാശ് നായിക്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നീ ഒന്ന് ശേഖരിക്കും. അടുത്ത നമ്മുടെ ടാർഗറ്റ് പ്രകാശ് നായിക്കാണ്. ചോട്ടാ ഷക്കീൽ പ്രകാശ് നായിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മുന്നോട് ആവശ്യപ്പെട്ടതും മുന്ന ആ നിമിഷം മുതൽ പ്രകാശ് നായിക്കിന്റെ പുറകെ ഇറങ്ങി. മുന്ന വളരെ സമർത്ഥമായി പ്രകാശ് നായിക്കിന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് ആ വിവരങ്ങളൊക്കെ ചോട്ടാ ഷക്കീലിന് റിപ്പോർട്ട് ചെയ്തു. പ്രകാശ് നായിക്ക് ഏതെല്ലാം സ്ഥലത്ത് പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, എത്ര സമയം ഒരു സ്ഥലത്ത് ചെലവഴിക്കും, ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത്, എത്ര ആളുകൾ കൂടെ കാണും തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും വളരെ കൃത്യമായിട്ട് തന്നെ മുന്ന കളക്ട് ചെയ്ത് ചോട്ടാ ഷക്കീലിനെ അറിയിച്ചതും ചോട്ടാ ഷക്കീൽ പ്രകാശ് നായിക്കിനെ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം മുന്നയ്ക്ക് കൊടുത്തു. 97 ആഗസ്റ്റിലെ ഒരു ദിവസം ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു സുഹൃത്തുമായി ഒരു മീറ്റിംഗ് നടത്തിയതിനു ശേഷം പ്രകാശ് നായിക് പുറത്തിറങ്ങി വരികയാണ്. പ്രകാശ് നായിക്ക് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി അയാളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നടന്ന ആ സമയത്ത് തൊട്ടു മുന്നിൽ മുന്ന പ്രത്യക്ഷപ്പെട്ടു. മുന്നയെ നേരത്തെ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത വ്യക്തിയാണ് പ്രകാശ് നായിക്. തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന മുന്നയെ നോക്കി പ്രകാശ് നായിക് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും മുന്ന ഗണ്ണെടുക്കുകയും ട്രിഗറിൽ വിരലമർത്തുകയും ചെയ്തു. ആ ഗണ്ണിലുണ്ടായിരുന്ന മുഴുവൻ തിരകളും പ്രകാശ് നായിക്കിന്റെ പുറത്തേക്ക് കയറി ഇറങ്ങി. പ്രകാശ് നായിക് വെടിയേറ്റ് വീണ് 24 മണിക്കൂറായപ്പോഴാണ് ജോഗേശ്വരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഹയർ ഓഫീഷ്യൽസും ആ കാര്യം ഉറപ്പാക്കുന്നത്. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് സുഹൃത്തിനെ കോളേജിൽ വെച്ച് വെട്ടിയിട്ട് ധൈര്യപൂർവ്വം കടന്നു വന്ന ആ മുന്ന എന്ന ചെറുപ്പക്കാരനാണ് പ്രകാശ് നായിക്കിനെ വെടിവെച്ചതെന്ന് അപ്പോഴാണ് പോലീസ് തിരിച്ചറിയുന്നത്. 6 വർഷം കൊണ്ട് ശരിക്കും അവൻ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പ്രകാശ് നായിക്കിനെ മുംബൈയിൽ അങ്ങനെ ആരും തൊടത്തില്ല. അത്തരത്തിലുള്ള ഒരു കക്ഷിയെ പട്ടാപ്പകൽ സകല ആളുകളും കണ്ടു നിൽക്കെ വെടിവെച്ച് വീഴ്ത്താൻ ഒരാൾ ധൈര്യം കാണിക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ ധൈര്യമല്ല. മുന്ന ജിങ്ദാദെ കുറിച്ചുള്ള ആ ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്ത ആ നിമിഷം മുതൽ
മുന്ന മുംബൈ അണ്ടർവേൾഡിൽ അറിയപ്പെടുന്ന ഒരു കക്ഷിയായി മാറുകയാണ്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് മുന്നയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെ പോക്കി. മുന്നയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസ് അവരിൽ നിന്ന് മുന്നയിലേക്ക് എത്താൻ വേണ്ടി അവരെ കർക്കശമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മുന്ന ജിൻഗാദയെ തിരക്കി പോലീസ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നയുടെ വീട്ടുകാർക്കും അയൽ വീട്ടുകാർക്കും പരിസരത്തുള്ളവർക്കൊക്കെ മുന്നയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി തുടങ്ങിയാണ്. സാധാരണഗതിയിൽ പോലീസ് ഒരാളെ തിരക്കി വരുമ്പോൾ ആ തിരക്കി വന്ന ആളിന് എതിരായി ഒരു മൈൻഡ് സെറ്റ് ആളുകളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. മുന്നേ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി ഗാങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഷാർപ്പ് ഷൂട്ടറാണെന്നുള്ള ഇൻഫർമേഷനാണ് അവന്റെ ലൊക്കാലിറ്റിയിൽ പടർന്നിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് പോലീസ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. മുന്നയ്ക്ക് വൻതോതിൽ ആരാധകരുണ്ടായി. അവന്റെ സമപ്രായത്തിലും താഴെയുള്ള ആൾക്കാർക്കും മുതിർന്ന ആൾക്കാർക്കും ഒക്കെ മുന്നയെക്കുറിച്ച് പറയാൻ 100 നാവ്. സകല ആളുകളും നോക്കി നിൽക്കെ പ്രകാശ് നായിക്കിനെ മുന്ന ഷൂട്ട് ചെയ്ത രംഗം വിവരിക്കാൻ സകലർക്കും വളരെ ഉത്സാഹം. ഈ കാര്യങ്ങളൊക്കെ ഡി കമ്പനിയുടെ ഒളിവ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന മുന്ന അറിയുന്നുണ്ട്. അവന് ലഭിച്ചിരിക്കുന്ന താരപരിവേഷത്തെക്കുറിച്ച് അറിഞ്ഞ മുന്ന അറിയാതെ ചിരിച്ചു പോവുകയാണ്. നേരത്തെ കോളേജിൽ വെച്ച് അവനെ എതിരിടാൻ വന്ന ആ ഗ്യാങ് ലീഡറെ അവൻ കുത്തിയപ്പോൾ അവന്റെ നാട്ടുകാരൊക്കെ അവനെ വല്ലാത്ത അസ്വസ്ഥതയോടെയാണ് കണ്ടത്. അവനിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നു. അതേ അവൻ ഇപ്പോ പ്രകാശ് നായിക്കിനെ വെടിവെച്ച് കൊന്നപ്പോൾ ആളുകൾ ജിൻഗാദയുടെ കുടുംബത്തോട് അടുപ്പം കാണിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടും ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ ആ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ തലം മാറിയപ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറുകയാണ്. മുന്നയുടെ താമസ സ്ഥലത്തും ചുറ്റുപാടും ഒക്കെ മുന്ന ഒരു താരപരിവേഷം നേടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഛോട്ടാ ഷക്കീൽ മുന്നയെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു തുടങ്ങി. 97 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി 4 പ്രധാന ടാർഗറ്റുകളാണ് ഛോട്ടാ ഷക്കീൽ മുന്നയ്ക്ക് നൽകിയത്. അതിൽ ഒരെണ്ണം അരുൺ ഗാവലിയുടെ വലം കൈയായ ജിതേന്ദ്ര ദബോൾക്കറാണ്. അയാൾ അരുൺ ഗാവലിയുടെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രധാന നേതാവ് കൂടിയാണ്. സാദിഖ് അലിയ എന്ന മറ്റൊരു അണ്ടർവേൾഡ് ഗാങ് മെമ്പറുമായി ചേർന്ന് മുന്ന ഒരു ഡെയറിംഗ് ഓപ്പറേഷൻ തന്നെ ജിതേന്ദ്ര ദബോൾക്കർക്കെതിരെ നടത്തി. ദബോൾക്കറെ പട്ടാപ്പകൽ ആളുകൾ കാണുകയെ മുന്ന വെടിവെച്ച് വീഴ്ത്തി. ഇതിനൊപ്പം അടുത്ത 2 മാസങ്ങളിലായി ബാക്കി 3 പേരെ കൂടി മുന്ന അവസാനിപ്പിച്ചു. ചിലരൊക്കെ അവസാനിപ്പിച്ചത് AK-56 ഉപയോഗിച്ചാണെങ്കിൽ ചിലരെല്ലാം അവസാനിപ്പിച്ചത് വെറും പിസ്റ്റൾ ഉപയോഗിച്ചാണ്. 97 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള 4 മാസം കൊണ്ട് 5 കൊലപാതകങ്ങളാണ് മുന്ന നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട 5 പേരും വളരെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. ആ 5 പേരും ഛോട്ടാ രാജനുമായി ബന്ധമുള്ളവരുമാണ്. ഛോട്ടാ രാജനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അരുൺ ഗാവലിയുമായി ബന്ധപ്പെട്ടോ ഉള്ള ആളുകൾ അങ്ങനെ കൊല്ലപ്പെട്ടു തുടങ്ങിയതും മുന്നയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെട്ടു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ മുന്ന ജിൻഗാദ അവന്റെ വീട്ടിലേക്ക് ഒരു കാറിൽ വരും. കാറിൽ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുക ഒരു AK-56 ആണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജിൻഗാദ ഷർട്ടിനകത്തേക്ക് പിസ്റ്റൾ കുത്തിവെച്ചിരിക്കുന്നത് ആൾക്ക് കാണാം. ജിൻഗാദ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ ആ കാഴ്ച കാണുന്ന മുഴുവൻ ആളുകളിലും വല്ലാത്തൊരു ഭയമാണ്. ആ ഭയം പുറത്തു കാണിക്കാതെ ആ ഭയത്തോട് തന്നെ ആളുകൾ ബഹുമാനപൂർവ്വം ജിൻഗാദയെ വിഷ് ചെയ്യും. ജിൻഗാദ അവിടെ എത്തിയ കാര്യം പോലീസിൽ ഇൻഫോം ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. ഡി ഗാങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷാർപ്പ് ഷൂട്ടറായി മുന്ന ജിൻഗാദ മാറുമ്പോൾ ആളുകൾക്ക് മുന്നോട്ടുള്ള സമീപനവും അതനുസരിച്ച് മാറിയിരിക്കുകയാണ്. 97 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ജിൻഗാദയുടെ ആ വേട്ട അങ്ങനെ നടന്നു വരുമ്പോൾ ജിൻഗാദ ഷക്കീലിനോട് ആവശ്യപ്പെടുന്നത് എപ്പോഴും പുതിയ ടാർഗറ്റുകളാണ്. ടാർഗറ്റ് ആരാണെങ്കിലും ജിൻഗാദയ്ക്ക് വിഷയമേ അല്ല. അത് കേൾക്കുമ്പോൾ ഛോട്ടാ ഷക്കീൽ മുന്ന ജിൻഗാദയോട് പറയും, ഏയ് മുന്ന ഒന്ന് അടങ്ങ്, അനുയോജ്യമായ ടാർഗറ്റ് നിന്നെ തേടി വരും. അങ്ങനെ പറഞ്ഞാണ് ഛോട്ടാ ഷക്കീൽ എപ്പോഴും മുന്ന ജിൻഗാദയെ ആശ്വസിപ്പിക്കുക. ഛോട്ടാ ഷക്കീല് മുന്നേ അങ്ങനെ ആശ്വസിപ്പിക്കുമെങ്കിലും മുന്നയ്ക്ക് എപ്പോഴും പുതിയ പുതിയ ടാർഗറ്റ് വേണമെന്നാണ് ആഗ്രഹം. അവന് ഒരു കാര്യം ഇപ്പോൾ അറിയാം, അവൻ ആളുകളെ കൊന്നാലും ഇല്ലെങ്കിലും പോലീസ് അവനെ തേടി വരും. നാസറിന്റെ കൊല നടന്നപ്പോൾ അവൻ അത് മനസ്സിലാക്കിയതാണ്. ആ കൊലയുമായി അവന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. നാസർ നേരത്തെ മുന്നയുമായി ഉടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാസർ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് മുന്നേ പൊക്കിയത്. മുന്നയ്ക്ക് ഇപ്പോ ഭയമില്ലാത്തത് പോലീസിന്റെ ആ 3-ാം മുറയാണ്. സാധാരണഗതിയിൽ ഏതൊരാളും ഭയക്കുക
പോലീസിന്റെ മൂന്നാം മുറയാണ്. അതിക്രൂരമായി മർദ്ദിച്ചിട്ടാണ് പലപ്പോഴും പോലീസ് കുറ്റം സമ്മതിപ്പിക്കുന്നത്. എത്ര കഠിനമായി മർദ്ദിച്ചാലും അതൊക്കെ സഹിക്കാൻ കഴിയുന്ന സ്റ്റേജിലേക്ക് മുന്ന ഇപ്പൊ എത്തിയിട്ടുണ്ട്. പുതിയ പുതിയ ടാർഗറ്റിനെ കുറിച്ച് ഷക്കീലിനോട് മുന്ന എല്ലാ ദിവസവും ചോദിക്കുമ്പോഴാണ് മുന്ന താമസിക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. അത് സംഭവിക്കുന്നത് 97 നവംബറിന്റെ അവസാന ആഴ്ചയാണ്. പോലീസ് മുന്നയെ വളഞ്ഞിട്ട് പിടിച്ചു. മുന്നയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് AK-56 പിസ്റ്റളുകളും അമ്യൂണിഷൻ ഉൾപ്പെടെ വലിയൊരു വെടിക്കോപ്പ് തന്നെ പോലീസ് കളക്ട് ചെയ്തു. 97 നവംബർ അവസാനം അറസ്റ്റിലായ മുന്ന ജിങ്ദാദയെ അടുത്ത 2 മാസവും പോലീസ് നിരന്തരമായി ചോദ്യം ചെയ്തു. സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനിലേക്ക് മുന്നേ കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറയാം. വിവിധ സ്റ്റേഷനുകളിലായിട്ടാണ് മുന്നയ്ക്കെതിരെയുള്ള കേസുകളുള്ളത്. 2 മാസത്തെ പോലീസ് കസ്റ്റഡി, ഒരു സ്റ്റേഷനിലെ പോലീസ് കസ്റ്റഡി കഴിയുമ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് മുന്നേ കൊണ്ടുപോവുകയാണ്. എന്തായാലും 2 മാസക്കാലം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന മുന്ന അവസാനം ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു. ആദർ റോഡിലെ സെൻട്രൽ ജയിലിലേക്ക് മുന്ന വരുമ്പോൾ ഡി ഗാങ് മെമ്പേഴ്സ് മുന്നയെ 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മുന്ന ഇപ്പോൾ ഒരു വീര യോദ്ധാവാണ്. ഡി ഗാങ്ങിലെ മറ്റ് മെമ്പേഴ്സിന് തൊടാൻ പറ്റാത്ത ടാർഗറ്റുകളൊക്കെ ഈ കാലഘട്ടത്തിൽ മുന്ന തൊടുകയും അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ജയിലിലെത്തിയ മുന്നയെ ഏത് വിധേനയും പുറത്തെത്തിക്കാൻ ഛോട്ടാ ഷക്കീൽ അയാളുടെ എല്ലാ ബന്ധങ്ങളും എടുത്ത് ഉപയോഗിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രശ്നമുണ്ട്. മുന്നയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുന്നയുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ആയുധങ്ങളാണ് ഒരു പ്രശ്നം. AK-56 ഒരെണ്ണമല്ല പിടിച്ചത്, ഒന്നിലധികം AK-56 പിസ്റ്റളുകൾ, പിന്നെ ഇഷ്ടംപോലെ അമ്യൂണേഷൻ, ഇത് എല്ലാമായിട്ടാണ് മുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത്രയും ആയുധങ്ങളുമായി പിടിക്കപ്പെടുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ ജാമ്യം പോലും കിട്ടില്ല. എന്നിട്ടും ഛോട്ടാ ഷക്കീൽ 99 മുന്നയെ പുറത്തെത്തിച്ചു. ഛോട്ടാ ഷക്കീലിന്റെ ഷാർപ്പ് ഷൂട്ടറാണ് മുന്ന ജിങ്ദാദ. അതുകൊണ്ട് തന്നെ മുന്നയെ ജയിലിൽ നിന്ന് പുറത്തിറക്കേണ്ടത് ഷക്കീലിന്റെ ആവശ്യമായിരുന്നു. ഷക്കീൽ അയാളുടെ എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് 99 മുന്ന ജിങ്ദാദയെ ജയിലിന് പുറത്തെത്തിച്ചു. ദാവൂദ് ഇബ്രാഹിമിനും മുന്ന ജിങ്ദാദയെ ജാമ്യത്തിൽ പുറത്തെത്തിക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിമിനും ഛോട്ടാ ഷക്കീലിനും വ്യക്തമായ പ്ലാനുണ്ട്. മുന്ന ജിങ്ദാദ ഇപ്പോ ശരിക്കും നോട്ടപ്പുള്ളിയാണ്. അനവധി കൊലപാതകങ്ങളാണ് തുടർച്ചയായി മുന്ന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിലെ എൻകൗണ്ടേഴ്സ് മുന്നേ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യം ദാവൂദിനും ഛോട്ടാ ഷക്കീലിനും അറിയാം. മറ്റൊരു കാര്യം കൂടി ഛോട്ടാ ഷക്കീലിനും ദാവൂദിനും അറിയാം. മുന്നയിലൂടെ പോലീസിന് ഡി ഗാങ്ങിലേക്ക് എത്താൻ പറ്റും. ഡി ഗാങ്ങിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ മുന്നയെ അതുകൊണ്ട് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാൻ ഒരു തീരുമാനം ഛോട്ടാ ഷക്കീലും ദാവൂദും കൂടി എടുത്തു. ദാവൂദ് ഇബ്രാഹിമിന്റെ മനസ്സിൽ ഒരു പോറൽ വീഴ്ത്തിയിരിക്കുകയാണ് ഛോട്ടാ രാജൻ. ദാവൂദ് ഇബ്രാഹിമിനെ ദാവൂദ് ഇബ്രാഹിമാക്കി വളർത്തുന്നതിൽ ഒരു നല്ല പങ്ക് ഛോട്ടാ രാജനുമുണ്ട്. ഛോട്ടാ രാജൻ ദാവൂദിന്റെ വലങ്കയായി നിൽക്കുമ്പോഴാണ് ഛോട്ടാ ഷക്കീല് ദാവൂദ് ഇബ്രാഹിമുമായി അടുപ്പമുണ്ടാക്കുന്നത്. ഛോട്ടാ ഷക്കീൽ ദാവൂദിന്റെ പാർട്ടായി മാറിയത് മുതലാണ് ഛോട്ടാ രാജനും ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ പതുക്കെ അകലുന്നത്. ഈ സമയത്താണ് മുംബൈയിലെ ആ ബോംബ് സ്ഫോടന പരമ്പര നടക്കുന്നത്. ബോംബ് സ്ഫോടന പരമ്പര നടന്നതും ദുബായിലുണ്ടായിരുന്ന ഛോട്ടാ രാജൻ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ സഹായത്തോടു കൂടി, കൃത്യമായി പറഞ്ഞാൽ അജിത് ഡോവലിന്റെ സഹായത്തോടു കൂടി ദുബായിൽ നിന്ന് മുങ്ങിയ ഛോട്ടാ രാജൻ അനവധി ചാനലുകൾ വഴിയും പത്രങ്ങൾ വഴിയും പല ഇന്റർവ്യൂകളും പിൽക്കാലത്ത് കൊടുക്കുകയുണ്ടായി. ആ ഇന്റർവ്യൂകളിൽ അയാൾ സൂചിപ്പിച്ചത് ബോംബെയിൽ ദാവൂദ് ഇബ്രാഹിം നടത്തിയ ആ ബോംബ് സ്ഫോടനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ലെന്നുള്ളതാണ്. ദാവൂദ് ഇബ്രാഹിം രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹിയായ ദാവൂദ് ഇബ്രാഹിമിനെയും അയാളുടെ കൂട്ടാളികളെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ഛോട്ടാ രാജൻ പ്രഖ്യാപിച്ചു. ഛോട്ടാ രാജന്റെ ആ പ്രഖ്യാപനം ശരിക്കും വൻ ഹർഷാർവത്തോടു കൂടിയാണ് പല ആളുകളും ഏറ്റുവാങ്ങിയത്. ഛോട്ടാ രാജൻ ദേശസ്നേഹിയും ദാവൂദ് ഇബ്രാഹിം ദേശവിരുദ്ധനുമായി മാറിയത് 93 ആ മാർച്ച് മാസത്തിലെ ബോംബ് സ്ഫോടന പരമ്പര കഴിച്ചപ്പോഴാണ്. ആ നിമിഷം മുതൽ ദാവൂദ് ഇബ്രാഹിം ഛോട്ടാ രാജനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഛോട്ടാ രാജൻ ഇപ്പോ ബാങ്കോക്കിലാണ് ഉള്ളതെന്നുള്ള കാര്യം ദാവൂദ് ഇബ്രാഹിമിന് അറിയാം. ബാങ്കോക്കിലുള്ള ഛോട്ടാ രാജനെ അവസാനിപ്പിക്കാൻ ദാവൂദ് ഇബ്രാഹിമും ഛോട്ടാ ഷക്കീലും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഛോട്ടാ രാജൻ ഒരു ചെറിയ ടാർഗറ്റ് അല്ല.
ഛോട്ടാരാജനെ അവസാനിപ്പിക്കണമെങ്കിൽ അതീവ സാമർഥ്യമുള്ള ഒരു ഷാർപ്പ് ഷൂട്ടർ അനിവാര്യമാണ്. ആ ഷാർപ്പ് ഷൂട്ടർ ആരായിരിക്കണമെന്നുള്ള തീരുമാനം ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമും കൂടി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ജയിലിൽ നിന്ന് മുന്നേ പുറത്തെത്തിച്ചത്. മുന്നയ്ക്ക് ഒപ്പമുള്ളത് റാഷിദ് മൽഖാരി. മുന്നയും റാഷിദ് മലബാറിയും ബാങ്കോക്കിൽ എത്തിക്കാനാണ് അവരുടെ തീരുമാനം. മുന്നേ ബാങ്കോക്കിൽ എത്തിച്ച് മുന്നയുടെ കൈയാൽ ഛോട്ടാ രാജനെ കൊല്ലുക, അതാണ് ഛോട്ടാ ഷക്കീലിന്റെ ടാർഗറ്റ്. ഛോട്ടാ രാജനെ വധിക്കാനുള്ള ശ്രമത്തിനിടയിൽ മുന്നേ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. മുന്ന ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മുന്ന ഇനി ഡി ഗ്യാങ്ങിന്റെ ഭാഗമായി നിന്നാലും പ്രശ്നമാണെന്നുള്ള ഒരു ധാരണ ഛോട്ടാ ഷക്കീലിനും അതുപോലെ ദാവൂദ് ഇബ്രാഹിമിനും ഉണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ മുന്നയെ ബാങ്കോക്കിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ മുന്നയെ നേരിട്ട് ബാങ്കോക്കിൽ എത്തിക്കുന്നതിന് പകരം മുന്നയും റഷീദ് മലബാറിയും ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ എത്തിച്ചു. കറാച്ചിയിൽ ദാവൂദിന്റെ വീടിന് സമീപത്തായി ഒരു വീട്ടിലായി മുന്നയുടെ താമസം. 99 ജൂണോട് അടുപ്പിച്ചാണ് കറാച്ചിയിൽ മുന്ന ജിങ്ദാദ എത്തിയത്. ഒരു കൊല്ലക്കാലം മുന്ന കറാച്ചിയിൽ തന്നെ താമസിക്കുകയാണ്. 2000 ജൂൺ ആയപ്പോൾ ഛോട്ടാ ഷക്കീൽ മുന്നയോട് അവന്റെ അടുത്ത ടാർഗറ്റ് പറഞ്ഞു. ടാർഗറ്റ് കേട്ടതും മുന്നയ്ക്ക് ശരിക്കും സന്തോഷം. ടാർഗറ്റ് സാക്ഷാൽ ഛോട്ടാ രാജനാണ്. അണ്ടർവേൾഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ആകാംക്ഷയോടുകൂടി വാർത്തകൾ വായിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അവന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു പേരാണ് ഛോട്ടാ രാജൻ. ഛോട്ടാ രാജനും ദാവൂദ് ഇബ്രാഹിമും ശരിക്കും വൻ വടവൃക്ഷങ്ങളായി മുംബൈയിൽ പടർന്നു നിൽക്കുന്ന ആ 80കളിൽ അവർ ആരാധനയോട് മാത്രം കണ്ടിട്ടുള്ള വ്യക്തിയാണ് മുന്ന. ആ മുന്നയ്ക്ക് ഇപ്പോൾ ഇതാ അൺബിലീവബിൾ ആയിട്ടുള്ള ആ ടാർഗറ്റ് ലഭിക്കുകയാണ്. ഛോട്ടാ രാജനെ അവസാനിപ്പിക്കാനുള്ള ടാർഗറ്റ്. ഛോട്ടാ ഷക്കീൽ മുന്നയോട് ആ കാര്യം പറയുന്നത് അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ടാണ്. ശരിക്കും മുന്നയുടെ കണ്ണിൽ ഛോട്ടാ ഷക്കീലിന് വല്ലാത്തൊരു അഭിമാനം കാണാൻ പറ്റുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന് ഛോട്ടാ രാജനോടുള്ള എതിർപ്പ് അതിനേക്കാൾ ശക്തമായിട്ട് യഥാർത്ഥത്തിൽ ഛോട്ടാ ഷക്കീലിനുമുണ്ട്. ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമുമായിട്ടുള്ള അടുപ്പം ഉണ്ടായി തുടങ്ങുമ്പോഴാണ് ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് ഛോട്ടാ രാജൻ അകലുന്നത്. മുംബൈയിലെ ആ ബോംബ് സ്ഫോടന പരമ്പര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ മുറിക്കുള്ളിൽ നിന്ന് ഛോട്ടാ രാജനെ പുറത്താക്കുകയും ഛോട്ടാ ഷക്കീലിനെ മുറിക്കകത്തേക്ക് കയറ്റിയ ആ നിമിഷം ശരിക്കും ഛോട്ടാ രാജന്റെ മനസ്സിൽ മുറിവേറ്റ ഒന്നാണ്. അതുവരെ അകത്തായിരുന്ന ഛോട്ടാ രാജൻ പുറത്തും താൻ അകത്തുമായ ആ നിമിഷം ഛോട്ടാ ഷക്കീലിന് വലിയൊരു ഓർമ്മയാണ്. ശരിക്കും ഛോട്ടാ രാജനായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈ. ആ സ്ഥാനത്തേക്കാണ് 93-ൽ ആ ബോംബെ സ്ഫോടന പരമ്പരയ്ക്ക് തൊട്ടു മുന്നെയായി ഛോട്ടാ ഷക്കീൽ കയറി പറ്റുന്നത്. അന്ന് മുതൽ ഛോട്ടാ രാജനെ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടി ഛോട്ടാ ഷക്കീൽ പ്ലാൻ ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഛോട്ടാ രാജനെ ടാർഗറ്റ് ചെയ്ത് ഛോട്ടാ രാജന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുന്ന ഛോട്ടാ ഷക്കീലിന് ഇപ്പോൾ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഛോട്ടാ രാജൻ എവിടെ, ഏത് പേരിൽ, എങ്ങനെ താമസിക്കുന്നു എന്ന് ഛോട്ടാ ഷക്കീലിന് അറിയാം. ആ ഏരിയയിലെത്തി അയാളെ വകവരുത്താൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി മുന്ന തന്നെയാണ്. അതുകൊണ്ടാണ് മുന്ന ജിങ്ദാദയോട് ഒരുങ്ങിക്കൊള്ളാൻ ഛോട്ടാ ഷക്കീൽ ഓർഡർ ഇട്ടത്. 2000 സെപ്റ്റംബറിൽ മുന്ന ജിങ്ദാദയും ഗ്യാങ് മെമ്പേഴ്സും ബാങ്കോക്കിലേക്ക് കടന്നു. ശരിക്കും മുന്ന ജിങ്ദാദയും കൂട്ടരെയും തായ്ലൻഡിലേക്ക് സ്മഗിൾ ചെയ്ത് എത്തിക്കുകയായിരുന്നു. സാധനങ്ങൾ കള്ളക്കടത്ത് വഴി എത്തിക്കുന്ന അതേ റൂട്ടിലൂടെ വാഹനങ്ങൾക്കകത്താണ് മുന്ന ജിങ്ദാദയും ടീമും തായ്ലൻഡിൽ കടന്നത്. അവര് തായ്ലൻഡിലെത്തി ഏകദേശം ഒരു 10 ദിവസത്തോളം അവർ ഛോട്ടാ രാജന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഛോട്ടാ രാജൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഛോട്ടാ ഷക്കീൽ നേരത്തെ തന്നെ മുന്നേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് അവർ നിരീക്ഷണത്തിന് വിധേയമാക്കി. ഒരു ഫ്ളാറ്റിന്റെ മുകളിൽ നിലയിലാണ് ഛോട്ടാ രാജൻ താമസിക്കുന്നത്. ബാങ്കോക്കിലെ സുഖംവിത്ത് സോയി ഏരിയയിലാണ് ഛോട്ടാ രാജൻ താമസിക്കുന്നത്. അയാൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അടിയിലത്തെ നിലയിൽ ഛോട്ടാ രാജന്റെ വലങ്കയായ രോഹിത് വർമ്മയും കുടുംബവുമാണ് താമസിക്കുന്നത്. രോഹിത് വർമ്മയുടെ വീടിന് മുകളിൽ താമസിക്കുന്ന കക്ഷി ഛോട്ടാ രാജനാണെന്നുള്ള കാര്യം സമീപവാസികൾക്കൊന്നും അറിവുള്ളതല്ല. തായ് പോലീസിനും ആ കാര്യം അറിയില്ല. ഛോട്ടാ രാജൻ ശരിക്കും ഒരു പിടികിട്ടാ പുള്ളിയാണല്ലോ. ഛോട്ടാ രാജനെ അവസാനിപ്പിക്കാനായി മുന്ന തിരഞ്ഞെടുത്തത് സെപ്റ്റംബർ 15ആണ്. 2000 സെപ്റ്റംബർ 15 മുന്നയും അയാളുടെ ഗ്യാങ്ങും ഛോട്ടാ രാജന്റെ വീടിന് സമീപമെത്തി. അവർ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ നിന്ന് അവർ പുറത്തിറങ്ങും മുമ്പേ അവരുടെ ബാഗിനകത്തുള്ള ആയുധങ്ങളൊക്കെ അവർ കയ്യിലെടുത്തിരുന്നു. എല്ലാ ആയുധങ്ങളും ലോഡഡ് ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആവശ്യത്തുള്ള അമ്യൂണേഷനും കരുതിക്കൊണ്ടാണ്
രോഹിത് വർമ്മയുടെ വീടിന്റെ മുൻവശത്തെത്തിയ സംഘം വീടിന്റെ ബെല്ലടിച്ചു. വീടിന്റെ ബെല്ലടിക്കുന്നത് കേട്ടാണ് രോഹിത് വർമ്മ വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്നതും മുന്നയ്ക്കൊപ്പമുള്ള ഗ്യാങ് മെമ്പേഴ്സ് രോഹിത് വർമ്മയെ തള്ളി മാറ്റിക്കൊണ്ട് നേരെ മുകളിലേക്ക് ഓടി. അവർക്ക് അവരുടെ ടാർഗറ്റ് എന്താണെന്ന് അറിയാം. തന്നെ തള്ളി മാറ്റിക്കൊണ്ട് മുകളിലേക്ക് ഓടുന്ന ആളുകളെ കണ്ടതും രോഹിത് വർമ്മ ഓടി വന്ന് അവരെ തടഞ്ഞു. ആ നിമിഷത്തിലാണ് മുന്ന അകത്തേക്ക് കയറുന്നത്. മുന്നയുടെ കയ്യിലുള്ള ആ AK-56 ഒരു മാഗസിനിലെ മുഴുവൻ വെടിയുണ്ടകളും രോഹിത്തിന്റെ പുറത്തേക്ക് വർഷിച്ചു. 32 വെടിയുണ്ടകളാണ് ആ സമയത്ത് ആ ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞത്. ആ വെടിയുണ്ടകൾ രോഹിത് വർമ്മയുടെ ശരീരത്തിലേക്ക് അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ശബ്ദം കേട്ട് അകത്ത് നിന്ന് രോഹിത്തിന്റെ ഭാര്യ ഓടി രോഹിത്തിന് അടുത്ത് വന്നു. അവൾ രോഹിത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഷോൾഡറിലും വെടിയേറ്റു. ഈ നിമിഷത്തിൽ വീടിന് പുറത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അവരുടെ മകള് ശബ്ദം കേട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു. താഴെ നടക്കുന്ന വെടിശബ്ദം മുകളിലുള്ള ചോട്ടരാജൻ കേട്ടു. ചോട്ടരാജൻ ഗണ്ണ് കയ്യിലെടുക്കുമ്പോഴേക്കും വാതിൽ വെടിവെച്ച് തകർത്തുകൊണ്ട് അകത്തേക്ക് മുന്നയുടെ ഗ്യാങ് മെമ്പേഴ്സ് കടന്നിരുന്നു. അവരും ചോട്ടരാജനും തമ്മിൽ ശരിക്കും ഒരു ഫൈറ്റ് നടന്നു. കട്ടിലിന് മറുപുറത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ചോട്ടരാജൻ വാതിൽക്കിലേക്ക് നിറയൊഴിക്കുകയാണ്. വാതിൽ വെടിവെച്ച് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറിയ ആ ഗ്യാങ് മെമ്പേഴ്സ് ചോട്ടരാജനെ ടാർഗറ്റ് ചെയ്തു. തലങ്ങും വിലങ്ങും വെടിയുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ്. ഈ സമയത്ത് രോഹിത് വർമ്മയെ വെടിവെച്ച് വീഴ്ത്തിയ മുന്ന പടിക്കെട്ടുകൾ ചാടിക്കേറി ചോട്ടരാജന്റെ മുറിയിലെത്തി. മുന്ന ഓടി ചോട്ടരാജന്റെ മുറിയിലെത്തുമ്പോൾ അയാൾ കാണുന്നത് വെടിയേറ്റ് വീണ് കിടക്കുന്ന അയാളുടെ ഗ്യാങ് മെമ്പേഴ്സിനെയാണ്. മുന്ന ഉടൻ തന്നെ റീഫിൽ ചെയ്യപ്പെട്ട ആ 56 ഒന്നുകൂടി അവിടേക്ക് തിരിച്ചു. തുരുതുര വെടിയുണ്ടകൾ അവിടെ ചിതറി. ചോട്ടരാജന്റെ ഒരു അനക്കവുമില്ല. മുന്ന ശ്രദ്ധിച്ച് ആ മുറി മുഴുവൻ പരിശോധിച്ചു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തുറന്നെടുക്കുന്ന ജനാലയിൽ പതിയുന്നത്. ജനാലയുടെ അടുത്തേക്ക് ഓടിയെത്തിയ മുന്ന കാണുന്നത് മതില് ചാടിപ്പോകുന്ന ചോട്ടരാജനെയാണ്. അയാളുടെ ടാർഗറ്റ് ഇതാ മതിലിന് പുറത്തുനിന്ന് താഴേക്ക് ചാടുന്നു. മുന്ന ജിങ്താതയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ചോട്ടരാജൻ മതിലിന്റെ മറുപുറത്തെത്തി. ഈ സമയത്ത് വെടിശബ്ദം കേട്ട് പോലീസ് ആ ബിൽഡിംഗ് വളഞ്ഞു. പോലീസ് അവിടെ എത്തിയതും ജിങ്താതയും കൂട്ടരും തായ് പോലീസിന് കീഴടങ്ങി. തായ് പോലീസിന് മുന്ന ജിങ്താതയും ടീമും കീഴടങ്ങിയ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു വാർത്ത കൂടി ലീക്കാവുകയാണ്. ചോട്ടരാജൻ ബാങ്കോക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ചത് മുന്ന ജിങ്താത. ചോട്ടരാജനെ പോലെ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മുന്ന ജിങ്താത വളർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ശരിക്കും പത്രങ്ങൾ വൻ ഹൈലൈറ്റോടുകൂടിയാണ് വാർത്തയാക്കിയത്. മുന്ന ജിങ്താതയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായി ഇന്ത്യ തായ്ലൻഡ് പോലീസിനെ സമീപിച്ചപ്പോൾ പാകിസ്ഥാനും തായ്ലൻഡ് പോലീസിനെ സമീപിച്ചു. പാകിസ്ഥാൻ പറയുന്നത് അവരുടെ പൗരനായ മുഹമ്മദ് സലീമാണ് ചോട്ടരാജനെ ആക്രമിച്ചതെന്നാണ്. ആ മുഹമ്മദ് സലീമിന്റെ പേരിൽ പാകിസ്ഥാനിൽ ചില കേസുകളുണ്ടെന്നും ആ കേസുകളുടെ അന്വേഷണത്തിന് വേണ്ടി മുഹമ്മദ് സലീമിനെ വിട്ടുകൊടുക്കണമെന്നാണ് പാകിസ്ഥാൻ പോലീസ് തായ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. തായ് സർക്കാരിന്റെ മുന്നിലുള്ള ആ കേസ് അങ്ങനെ തുടരുമ്പോൾ മുന്ന ജിങ്താത ശരിക്കും മുംബൈ അധോലോകത്തിൽ ഒരു പേര് സ്ഥാപിച്ചു കഴിഞ്ഞു. മുന്ന ജിങ്താതെ പോലുള്ള അനവധി ഷാർപ്പ് ഷൂട്ടേഴ്സാണ് സത്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിനും അരുൺ ഗാവലി ഗ്യാങ്ങിനും ചോട്ടരാജൻ ഗ്യാങ്ങിനും ഒക്കെ അവരുടെ പേരുണ്ടാക്കി കൊടുത്തത്. അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയിൽ ആദ്യത്തെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ മുന്ന ജിങ്താതയുടെ കഥ. കമന്റിൽ ചെയ്യുക. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.